മിക്ക ആൾക്കാരും പറയുന്നത് ഡ്രൈവർമാരുടെ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞ് സോഷ്യൽ മീഡിയ നമ്മൾ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിനക്കൊക്കെ വേറെ പണിക്ക് പോയിക്കൂടെയെന്ന്. ഇത് ഡ്രൈവർമാരായിട്ടുള്ള ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അല്ലാതെ വീഡിയോ കാണുന്നില്ല, അവർക്ക് പ്രതികരിക്കാം. അവർ സ്വാഭാവികമായിട്ടൊരു വീഡിയോ കാണുമ്പോൾ പ്രതികരിക്കാം. പക്ഷേ അവർക്ക് ഈ ഡ്രൈവർമാരെക്കുറിച്ചോ ഡ്രൈവർമാരുടെ മേഖലയെക്കുറിച്ചോ അറിയാത്തതിൻ്റെ പേരിലായിരിക്കാം. ചേട്ടാ, ഞങ്ങൾ മിക്ക ഡ്രൈവർമാരും ഏകദേശം എനിക്കൊന്ന് 70% എൻ്റെ ചാനലിലായാലും പല പല മേഖലയിൽ പോയിട്ട് ജോലി ചെയ്യുന്നവരാണ്. ഇലക്ട്രിക്കൽ, പ്ലംബിങ്, വയറിങ്, ടൈലൊട്ടിക്കാൻ, റബ്ബർ വെട്ടാൻ എന്ന് പറഞ്ഞ പല മേഖലയിലൊക്കെ പോയിട്ട് അതിൻ്റെ കൂടെ വണ്ടി ഓടുന്നവരാണ്. അല്ലാതെ ഇത് മാത്രം കൊണ്ട് ജീവിക്കുന്നവർ ഒരു 30% ആൾക്കാരെ മിക്ക ചാനലിലും എൻ്റെ ചാനലിൽ സംബന്ധിച്ചും കാണുന്നില്ല. മിക്കവാറും കേരളത്തിലെല്ലായിടത്തും ഇതൊക്കെ തന്നെ ആയിരിക്കാം. പല പല മേഖലയിൽ പോകുന്നവരായിരിക്കും. സ്ഥിരം പോകുന്നതല്ല, മാസത്തെ ഒരു 4-5 മണി പുറത്ത് ചെയ്യുന്നവരായിരിക്കും. ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്നതല്ല. പക്ഷേ ഇതുകൊണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. 10-60 വയസ്സും പ്രായം ഇപ്പോഴും ആയിട്ടുള്ളവർ. അവരുടെ ഒരു പ്രസ്ഥാനം ഈ ഡ്രൈവിംഗ് പ്രസ്ഥാനം തന്നെയാണ്. അവർക്ക് ഈ പ്രായത്തിൽ, ഈ 60-65 വയസ്സ് പ്രായത്തിനിടയ്ക്ക് വേറൊരു ഇതിലേക്ക് പോകാൻ പറ്റത്തില്ല. വേറൊരു ഫീൽഡിലേക്ക് അവർക്ക് പോകാൻ പറ്റത്തില്ല. അവരുടെ ആരോഗ്യം പറ്റത്തില്ല. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, പിന്നെ നടുവിന് വേദന, കൈക്ക് വേദന, കാഴ്ചയ്ക്കും മങ്ങൽ, ആരോഗ്യം പൊതുവെ മൊത്തത്തിൽ വിഷയം. പൊടി അടിക്കുക, എന്നും പൊടിയടിയും മഴയും വെയിലും കൊണ്ട് ശ്വാസം മുട്ടൽ, ആസ്മ, അങ്ങനെയുള്ള വിഷയങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇനി അവർക്ക് വേറെ ഏത് മേഖലയിൽ പോകാൻ പറ്റത്തില്ല. അത് ഡ്രൈവർമാരായിട്ടുള്ളവർക്ക് അറിയാം കേട്ടോ. അല്ലാത്തുള്ളവർക്ക് മറുപടി എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അവർ സൗമ്യതയാ നമ്മളിങ്ങനൊരു ഡ്രൈവർ ഫീൽഡിലെ വിഷമങ്ങളും പറഞ്ഞു വരുമ്പോൾ നിനക്ക് വേറെ പണിക്ക് നോക്കിപ്പോടേ എന്നേ പറയത്തുള്ളൂ. പക്ഷെ ഒരു ഡ്രൈവറായിട്ടുള്ള ആരും ദൈവം ചെയ്ത് ഇതിൻ്റെ അടിയിൽ വന്ന് നിനക്കൊക്കെ വേറെ പണിക്ക് പൊക്കൂടെ എന്ന് പറയരുത്. അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ.